എന്നെപ്പറ്റി പഴയതെന്നും ഈ എന്നെ അവഹേളിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ എന്നെപ്പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആ വേദനകൾ മനസ്സിലാക്കി ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ രണ്ട് പിള്ളേരും, എൻ്റെ ചേച്ചിയുടെ മക്കൾ, എൻ്റെ 2 മക്കളും അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെൻ്റെ വരുമാന മാർഗ്ഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബില്ല് അത് AI ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെ എന്താ ബില്ല് AI ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില ബ്ലോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബില്ലിനെ കുറിച്ചും ആ മെഡിസിനെ കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. കുറേ ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അവരങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്മുടെ കുടുംബത്തിലോ നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു അവസ്ഥ വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും ഒരു ക്യാൻസർ പേഷ്യൻസ് ആണ് അത് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരായിരിക്കില്ല. കാരണം ഈ ഒരു രോഗം വന്ന് അത് അനുഭവിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്ന നമ്മുടെ ബന്ധുക്കാരെ കണ്ടു നിൽക്കുന്നവരോ ആരും ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല അങ്ങനൊരു വേറൊരാളെക്കുറിച്ച്, വേറൊരു രോഗിയെക്കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. വീണ്ടും ആൾക്കാർ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് രേണു എന്തിനാണ് മറ്റ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, മറ്റ് മീഡിയയിൽ എപ്പോഴും സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, രേണുവിൻ്റെ സ്വന്തം ഒരു ചാനലിൽ രേണുവിന് പറയാനുള്ളത് പറഞ്ഞാൽ പോരെയെന്ന് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും അല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിനാണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്യാൻസർ ഇല്ലെന്നും മെഡിസിൻ്റെ ബില്ല് കള്ളത്തരമാണെന്നും ഒരുപാട് പേര് ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കിത് മനസ്സിലായിട്ടാണോ അതോ അവർക്ക് മനസ്സിലായിട്ടും റീച്ചിന് വേണ്ടി അവർ കാണിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കും. അതുപോലെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് വേണ്ടി, ഋതപ്പിന് വേണ്ടി അവൾ തിരിച്ചു വരണം. പ്രാർത്ഥിക്കുന്നതും അവളെ സ്നേഹിക്കുന്നതും അവളെ സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവൾ തിരിച്ചു വരണം. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും സത്യാവസ്ഥ എല്ലാം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ റീച്ചിന് വേണ്ടി അവളെ ദ്രോഹിക്കാതിരിക്കും. അവൾക്ക് വേണ്ടി നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നും വേണ്ട. അവളെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ട്, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ. അവളുടെ കുഞ്ഞിനെയും അവളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഇനിയെങ്കിലും ഇവളെ ക്രൂശിക്കുന്ന വീഡിയോസ് ഒന്നും ഇടാതിരിക്കും. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പോൾ തിരിച്ചു വന്ന് ഡിസ്ചാർജായി. അതുപോലെ രണ്ടാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയെക്കാളും കൂടുതലും ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണവും ഛർദിലും ഒക്കെ ആയിരുന്നു, വേദനകളും എല്ലാം ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും എന്തായാലും കുറച്ച് കുറവുണ്ട്. എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ടെന്നും നേർച്ച കഴിക്കുന്നുണ്ടെന്നും വഴിപാട് കഴിക്കുന്നുണ്ടെന്നും ഒക്കെ എനിക്കറിയാം. അപ്പോൾ അവർക്കൊക്കെ എന്ത് രീതിയിലാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ എനിക്ക് 4 കീമോയും കൂടെ ഉണ്ട്. ആ 4 കീമോയും കഴിഞ്ഞ് ഞാൻ മടങ്ങി വരുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വേണം. അതുപോലെ 4 കീമോ കഴിഞ്ഞ് ഓപ്പറേഷനുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ
ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ചായിരുന്നു. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞിലെ തൊട്ടേ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഞങ്ങളുടെ ആരുടെ ശരീരത്തിനകത്തോ ശരീരത്തിന് പുറത്തോ ഒരു മാരക അസുഖമൊന്നും ഉണ്ടാകരുത് എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് എന്താണിത് വന്നെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചായിരുന്നു. എന്നും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നല്ലോ, അല്ലെ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വ്യക്തമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്ന് പ്രാർത്ഥിച്ചാലും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, നമ്മുടെ ശരീരത്തിനകത്തും നമ്മുടെ ശരീരത്തിന് പുറത്തും മാരക അസുഖമൊന്നും വരല്ലേന്ന് എന്നും പ്രാർത്ഥിക്കുന്ന, വരി തെറ്റാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പിന്നെ എന്തുകൊണ്ടാണ് ഈ മാരക അസുഖം വന്നത് ഞാൻ ചിന്തിച്ച കാര്യമാണ്. ഞാൻ ഈ കിടന്നുകൊണ്ട് ഞാൻ ആലോചിച്ച കാര്യമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ ദൈവം എനിക്ക് മറുപടി തന്നത്, ഇങ്ങനെ ഒരു അസുഖം വന്നത് കൊണ്ട് നാളെ നിനക്ക് പറയാൻ പറ്റും ഇങ്ങനെ ഒരു അസുഖത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇപ്പം ഒരുപാട് പേരുടെ സ്നേഹവും ഒരുപാട് പേരുടെ പ്രാർത്ഥന സത്യമാണെന്ന് തെളിയിക്കാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ ചിന്തിച്ചു. ദൈവം എനിക്ക് അങ്ങനെ ഒരു മറുപടി തന്നു. കാരണം ഞാൻ തിരിച്ചു വരുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. പക്ഷെ പലപ്പോഴും ഈ കിടക്കുമ്പോഴത്തേന് നമ്മൾ പണ്ടത്തെ കാര്യങ്ങൾ, ഞാൻ സഞ്ചരിച്ച വഴികളും അല്ലെങ്കിൽ ഞാൻ ഓടി നടന്നൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയ ആണെങ്കിലും ഇപ്പം ഏത് തലത്തിലാണെങ്കിലും ഞാനൊരു 1.5 വർഷക്കാലം സുധിച്ചേട്ടൻ്റെ മരണശേഷം പെട്ടെന്നൊരു കയറ്റവും പെട്ടെന്ന് ഓടി നടന്ന് എവിടെയൊക്കെ പരിപാടിയുണ്ടോ അവിടെ എല്ലാം പരിപാടിയായിട്ട് നടക്കുകയും വളരെ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടും ഓടി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ചിലരത് എന്താ പറയുക അലോസരപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ്. അവരൊക്കെ എനിക്കെതിരായിട്ട് നിൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും കുറേ നല്ല ആളുകളും എൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ബന്ധുക്കളാണെങ്കിലും എല്ലാവരും എൻ്റെ കൂടെ നിന്നു. അപ്പോൾ ആ ഒരു ഞാൻ ചിന്തിച്ചത് വേറൊന്നുമല്ല, ഇങ്ങനെ ഓടി നടന്നിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു അവസ്ഥയെ വരുമ്പോഴത്തേന് നമ്മൾ പഴയ കാലങ്ങളൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. ഞാൻ ഓടി നടന്ന സ്ഥലങ്ങൾ അത് ആ ചിന്തയിൽ മെമ്മറിയിൽ വരുമ്പോൾ നമുക്ക് വിഷമമേ വരത്തുള്ളൂ. അപ്പോൾ ഇനി അത് ചിന്തിക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ്. നമ്മൾ ഇനി നാളത്തെ പറ്റി ഇതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഞാൻ വന്നു കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, എന്നെ സ്നേഹിച്ച് എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെ എന്നെ സ്നേഹിച്ച ഒരുപാട് വ്യക്തികളുണ്ട്, പേര് പറയാത്തവരും പേര് പറഞ്ഞവരും ഒരുപാട് പേര് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് നല്ലത് കൊടുക്കണം, എന്നിൽ നിന്ന് എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിന് കുറച്ച് ധൈര്യം കിട്ടി. ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം, ഋതപ്പൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമമാണ്. പക്ഷെ അവന് എന്നെക്കാളും മനസ്സിന് ഭയങ്കര കട്ടിയുള്ളൊരു കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ആണേലും അവൻ പറഞ്ഞ് ഹോസ്പിറ്റലിലെ വെളിയിൽ വന്ന എന്നെ കാണാനൊന്നും പറ്റത്തില്ലെന്ന് അവനറിയാം. ഐസിയുടെ വെളിയിൽ വന്നാലും എന്നെ കാണാൻ പറ്റത്തില്ല. അവൻ അത്ര അറിവുള്ള കുട്ടിയാണ്. അപ്പോൾ വീട്ടുകാർ വരുമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ വന്നാലും അമ്മയെ കാണാൻ പറ്റത്തില്ല. അവനറിയാം, അത്ര അറിവുള്ളൊരു കൊച്ചാണ്. അത് എന്തായാലും ദൈവം അവന് അത്ര അറിവ് കൊടുത്തല്ലോ. പിന്നെ എനിക്ക് വളരെ ഒരു വിഷമം ഉണ്ടായിരുന്നു, അവൻ ആരും ഇല്ല എന്നൊരു ചിന്ത. ഒരിക്കലും വിഷമിക്കേണ്ട വന്നിട്ടില്ല. കാരണം എൻ്റെ ചേച്ചിയുടെ മക്കളാണേലും അവനെ സ്വന്തം സഹോദരനെ പോലെയാണ് നോക്കുന്നത്. 3 പേരും അവരൊരുപോലെയാണ് വളരുന്നത്. എനിക്ക് ഒരു വിഷമം ഇങ്ങനെ ഉള്ളിൽ കിടന്നേമേ എനിക്ക് എന്തെങ്കിലും പറ്റി അവൻ ആരുമില്ലല്ലോ എന്ന്. പക്ഷെ ആ ഒരു വിഷമത്തിൽ നിന്ന് എനിക്കത് ഞാൻ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞ സത്യമാണ്. ആ 2 പിള്ളേരും, എൻ്റെ ചേച്ചിയുടെ മക്കൾ, എൻ്റെ 2 മക്കളും അവനെ പൊന്നുപോലെയാണ് നോക്കുന്നത്. സ്വന്തം സഹോദരങ്ങൾ എങ്ങനെയാണോ ഒരു അമ്മയുടെ വയറ്റിൽ എങ്ങനെയാണോ പിറന്ന് ആ പിള്ളേർ എങ്ങനെയാണോ കാണുന്നത്, അങ്ങനെ അവനെ ചേർത്ത് പിടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിലും എല്ലാവരും അവനെ പൊന്നുപോലെ നോക്കുന്ന അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര സന്തോഷമാണ്. ഞാൻ തിരിച്ചു വരാനുള്ള ഒരു ആഗ്രഹമുണ്ട്. പിന്നെ മനസ്സിനധികം വിഷമിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു. ഫോൺ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ യൂസ് ചെയ്യത്തില്ല. ഇതെൻ്റെ വരുമാന മാർഗ്ഗമാണ്, എനിക്ക് വേറെ വഴിയില്ല. എനിക്ക് തോന്നുന്ന വിവാദം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നോടൊന്നും ആരും പറഞ്ഞില്ല. ഒരുപാട് പൈസ ആവശ്യമാണ് ഇനി എനിക്ക് തിരിച്ചു വരണമെങ്കിൽ. അപ്പോൾ എനിക്കിത് കൂടിയേ പറ്റത്തുള്ളൂ. എൻ്റെ യൂട്യൂബ് ചാനൽ വരുമാനം അല്ലാതെ എനിക്ക് വേറെ മാർഗ്ഗം എനിക്കില്ല. അപ്പം നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവർ സബ്സ്ക്രിപ്ഷൻ ചെയ്യുക ഈ ഒരു ചാനൽ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ കഴിവതും നിങ്ങൾ എന്നെപ്പറ്റി പഴയതെന്നും എന്നെ അവഹേളിക്കുന്നവർ പറയുന്ന പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി
അത് വീണ്ടും വീണ്ടും ആസ്വദിക്കാതെ എന്നെപ്പോലുള്ള ഒരുപാട് രോഗികളുണ്ട് ക്യാൻസറായിട്ട് ഭാരപ്പെടുന്നത്. അത് ആ വിഷമം വരുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകത്തുള്ളൂ. ആ വേദനകൾ മനസ്സിലാക്കി അവരോട് കുറച്ചെങ്കിലും കരുണ കാണിക്കാൻ ശ്രമിക്കുക. രേണു കുറച്ച് മുമ്പേ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരാഴ്ചയായിട്ട് അവള് ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആയിരുന്നു. കാരണം സെക്കൻഡ് കീമോ കഴിഞ്ഞതിന് ശേഷമുള്ള വോമിറ്റിങ്ങും ലൂസ് മോഷനും കാരണം ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ ICUയിലായിരുന്നു. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബില്ല് അത് AI ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെ ആ ബില്ല് AI ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില വ്ളോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബില്ലിനെക്കുറിച്ചും ആ മെഡിസിനെക്കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ആ ബില്ലിനെക്കുറിച്ചും ഇപ്പോൾ അത് ഭയങ്കര വിവാദമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് സത്യമാണെന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആർക്കും നുണ പറയാൻ പറ്റില്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള നിയമ സംവിധാനങ്ങളും നമ്മുടെ ആരോഗ്യ സംഘടനകളും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇത്ര വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഒരു മെഡിസിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ആ ബില്ലിൽ അതിൻ്റെ നമ്പരും കാര്യങ്ങളും ഫോൺ നമ്പരും എല്ലാം കിടപ്പുണ്ട്. അതിലേക്കൊന്ന് വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് പ്രൂവ് ചെയ്യാവുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലും ചെയ്യാതെ അത് AI ആണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങളത് നിർമ്മിച്ചെടുത്തതാണെന്നും പറഞ്ഞിരുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യരെ നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നും ഇന്നും അത് തന്നെ പറയാനുള്ളൂ. നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഞങ്ങൾക്ക് നമ്മുടെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങളന്ന് അതിനെക്കുറിച്ച് പറഞ്ഞതും എല്ലാം. അല്ലാതെ നമുക്ക് അവരുടെ രോഗത്തെക്കുറിച്ചോ ഈ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചോ ഒരു കള്ളത്തരവും പറയേണ്ട കാര്യമില്ല. പിന്നെ അതിനകത്ത് കുറേ ക്യാൻസർ പേഷ്യൻസിൻ്റെ വോയിസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അവരങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കുടുംബത്തിലോ നമുക്ക് ആർക്കെങ്കിലോ ഇങ്ങനൊരു അവസ്ഥ വന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. എനിക്ക് തോന്നുന്നില്ല അതൊരിക്കലും ഒരു ക്യാൻസർ പേഷ്യൻസ് ആണ് അത് പറയുന്നതെന്ന് എനിക്കത് തോന്നുന്നില്ല. അവരായിരിക്കില്ല. കാരണം ഈ ഒരു രോഗം വന്ന് അത് അനുഭവിച്ചവരോ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്ന് നമ്മുടെ ബന്ധുക്കാരെ കണ്ടു നിൽക്കുന്നവരോ ആരും ഒരിക്കലും അവരെ കൊണ്ട് പറ്റില്ല അങ്ങനൊരു വേറൊരാളെക്കുറിച്ച് വേറൊരു രോഗിയെക്കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ ആ വോയിസൊക്കെ അങ്ങനെയുള്ളവർ പറഞ്ഞതാണോ എന്ന് പോലും സംശയമുണ്ട്. അത് ഈ ബ്ലോഗേഴ്സ് അതൊക്കെ കെട്ടിച്ചമച്ചിരുന്ന കഥകൾ തന്നെയാണെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാണ് അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എനിക്കറിയില്ല ഇപ്പോഴും. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഇൻഹൗസ് ബാങ്കിൽ നിന്നാണ് മെഡിസിൻ ഞങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഇനി അതിന് സംശയമുള്ളവർ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് ചെയ്യുകയോ അവിടെ നിങ്ങളത് എന്തെങ്കിലും എൻക്വയറി നടത്തുകയോ ചെയ്താൽ നിങ്ങൾക്കറിയാം. കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഈ ഒരു രോഗം വന്ന് അവൾ ഒരുപാട് വേദന അനുഭവിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അതോടൊപ്പം കുടുംബം, അവളെ സ്നേഹിക്കുന്നവർ, അവളുടെ കുഞ്ഞ് എല്ലാവരും ഒരുപോലെ വേദനിച്ചുകൊണ്ടിരിക്കുന്നു, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അപ്പോൾ വീണ്ടും ഈ മെഡിസിൻ്റെ ഒരു ആവശ്യം, മെഡിസിൻ്റെ കാര്യം പറഞ്ഞ് നിങ്ങൾ വീണ്ടും ദ്രോഹിക്കാതിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ മെഡിസിൻ്റെ കാര്യം നിങ്ങളോട് ഇതുപോലെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആർക്കും ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. കാരണം ഈ ഒരു രോഗം വന്നിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാവുന്നവർക്കറിയാം. നമ്മളത് ആരെയൊക്കെ ബോധിപ്പിക്കണം, എത്ര പേരെ അതിനെക്കുറിച്ച് വിശദീകരണം നൽകണം. ആ ഒരു സാഹചര്യം വേറെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ഈ ഒരു അവസ്ഥ നിങ്ങൾ ഇതുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആരുടെയും വീട്ടിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പോഴും പ്രാർത്ഥന. കാരണം അത് വന്നാലേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ അസ്വസ്ഥതകളും അനുഭവിക്കുന്ന വേദനകളും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു ക്യാൻസർ രോഗം അനുഭവിച്ച ഒരാൾക്ക് ഒരിക്കലും ഇതിനകത്ത് നിങ്ങൾ ഈ കേൾപ്പിച്ചിരിക്കുന്ന വോയിസ് ഇടാൻ പറ്റില്ല. കാരണം അവരതുപോലെ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വെറുതെ നിങ്ങൾ എന്തിനാണ് ഇതുപോലൊരു മനുഷ്യനെ ക്രൂശിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വോയിസുകൾ നിരന്തരം ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഇനിയെങ്കിലും നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ആ ഡേറ്റ്, അതാ ഫാർമസിക്ക് ലൈസൻസ് കിട്ടിയ ഡേറ്റും ആ ഇയറുമാണ് അതിൽ എഴുതിയിട്ടിരിക്കുന്നത്. പിന്നെ
അവളുടെ മെഡിസിൻ മേടിച്ച് ബില്ലും അവളുടെ പേരും അതിൻ്റെ താഴെ തന്നെയുണ്ട്. പിന്നെ ഞാനത് മറച്ചു വെക്കാനായിട്ട് കള്ളത്തരം കാണിച്ചു. അങ്ങനെ ഒന്നും നിങ്ങൾ ഈ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വിഷം പോലെ ഞാൻ ഒരിക്കലും അത് ചിന്തിച്ചിട്ടല്ല അങ്ങനെ ചെയ്തത്. ഞാൻ ആ ബില്ല് പ്രൈസ് അതിന് അത്രയും വിലയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആ ബില്ലിൻ്റെ ആ പ്രൈസ് മാത്രം ഒന്ന് കാണണമെന്ന് വിചാരിച്ചുള്ളൂ. അല്ലാതെ നിങ്ങളെപ്പോലെ മനസ്സിൽ വിഷം നിറച്ചിട്ട് സംസാരിക്കുന്നവരെ പോലെ അത് മറച്ചു വെച്ചതോ ഇല്ലാത്തത് ക്രിയേറ്റ് ചെയ്തതോ അങ്ങനെ ഒന്നും ചെയ്തതല്ല. പിന്നെ വീണ്ടും ആൾക്കാർ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ. ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് രേണു എന്തിനാണ് മറ്റ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്, മറ്റ് മീഡിയയിൽ എപ്പോഴും സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, രേണുവിൻ്റെ സ്വന്തം ഒരു ചാനലിൽ രേണുവിന് പറയാനുള്ളത് പറഞ്ഞാൽ പോരെയെന്ന് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിനൊന്നും അല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിനാണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് മാത്രമേ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഇപ്പോഴും ഇതുപോലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ അവൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പിന്നെ അവൾക്ക് ക്യാൻസർ ഇല്ലെന്നും മെഡിസിൻ്റെ ബില്ല് കള്ളത്തരമാണെന്നും ഒരുപാട് പേര് ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്കിത് മനസ്സിലായിട്ടാണോ അതോ അവർക്ക് മനസ്സിലായിട്ടും റീച്ചിന് വേണ്ടി അവർ കാണിക്കുന്നതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവളെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കുക. അതുപോലെ അനുഭവിക്കുന്നുണ്ട്.